ഇവിടെ ഇങ്ങനെ ചില ആളുകൾ ചോദിക്കണ്ടേ, എനിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ ചിന്തിക്കേണ്ടത്, ഞാൻ എന്താ അഫർമേഷനാണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്? ഞാൻ പറയും, ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഇറങ്ങിപ്പോ പുറത്തേക്ക്. ആദ്യം എവിടെ ഇരിക്കണ്ട, ഇരിക്കൽ നിർത്ത്, പുറത്തിറങ്ങിപ്പോ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ, ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യേ. എന്ത് കാര്യത്തിലാണ് ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത്? എനിക്ക് വലിയ വലിയ ആളുകളോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസമില്ല. ഏത് വലിയ വലിയ ആളുകളോട്? അടുത്ത മാസം ഒരു ഇൻ്റർവ്യൂ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാതിരിക്കുന്ന ഒരു വലിയ ആൾക്കാരായിരിക്കും. അവർ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസമില്ല. ആ ഇൻ്റർവ്യൂ ആകുമ്പോഴേക്കും അവരെക്കാളും വലിയ ഒരു 100 പേരെ പോയിട്ട് നീ കണ്ട് സംസാരിക്കും. ഈ കോട്ടും സ്യൂട്ടും ഇട്ടിരിക്കുന്ന ആളുകളെ ഈ വ്യക്തി ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് ഒരു ഇൻ്റർവ്യൂ റൂമിലാണ്. കയ്യിൽ മുണ്ടും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് ശീലമുള്ളൂ. ഒരു AC മുറിക്കകത്ത്, ഒരു പ്രത്യേക ഓഫീസ് സെറ്റപ്പിനകത്ത് കോട്ടും സ്യൂട്ടും ടൈയൊക്കെ ഇട്ട് ഇരിക്കുന്ന കുറച്ച് പ്രൊഫഷണൽസിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ വ്യക്തി കാണുന്നത് ഒരു ഇൻ്റർവ്യൂ മുറിക്കകത്ത് നിന്നാണ്. അവിടെ കോൺഫിഡൻസ് ഉണ്ടാവുമോ? അതൊരു അപരിചിത സ്ഥലമാണ് ആ വ്യക്തിക്ക്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്, പല കമ്പനികളിലും കോർപ്പറേറ്റ് ഓഫീസുകളിലും പോവുക, വെറുതെ പോവുക. ഐ വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ദിസ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് കയറി പോവുക. ഞാൻ ഇതിൽ വളരെ ക്യൂരിയസ് ആണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാണ്. അതും ഇംഗ്ലീഷ് സംസാരിക്കുക, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. ഈ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ പൊതുവെ വരുമോ ആ സിറ്റുവേഷൻസ് ഒരു ഇൻ്റർവ്യൂവിലല്ലാതെ അനുഭവിക്കണം. പല സ്ഥാപനങ്ങളിലും പോകണം, കോട്ടും സ്യൂട്ടിട്ട ആളുകളുടെ മുന്നിൽ പോയിരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ മുന്നിൽ പോയിരിക്കണം. അത്തരം AC മുറികളിലും അത്തരം ഒരു പ്രത്യേക വൈബുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചിലവാക്കണം. ഇതിൻ്റെ ഒരു 100 സ്ഥാപനങ്ങളിലെങ്കിലും പോയ അനുഭവം ഉണ്ടാക്കൂ. അതിന് ശേഷമേ നിങ്ങളുടെ ഇൻ്റർവ്യൂ വരാൻ പാടുള്ളൂ. ഇൻ്റർവ്യൂവിനല്ല ആദ്യം നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം. പരിചയം ഉണ്ടാക്കുക. അത്തരം ആളുകളോട് കോൺഫിഡൻ്റായി സംസാരിച്ച് ശീലിച്ച ഒരു പരിചയം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ദിവസം ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സംഭവം അതൊക്കെ തന്നെ, അതേപോലത്തെ മുറികൾ, അതേപോലത്തെ ആളുകൾ, അതേപോലത്തെ സംസാരങ്ങൾ. ഒറ്റ കാര്യമുള്ള അതൊരു ഇൻ്റർവ്യൂ ആണെന്ന്. ആ ഒരു ടെൻഷൻ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ കോട്ടൺ സ്യൂട്ടിൻ്റെ ടെൻഷൻ, AC മുറിയുടെ ടെൻഷൻ, ഇംഗ്ലീഷിൻ്റെ ടെൻഷൻ, ഇൻ്റർവ്യൂയുടെ ടെൻഷൻ, സകല ടെൻഷൻ കൂടെ ഒരു ദിവസമാണ് അനുഭവിക്കുന്നത്. മറ്റേ ടെൻഷനുകളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുക. ഇതൊന്നും കാണുമ്പോൾ പതറൊന്നുമില്ലാത്തൊരവസ്ഥ വരിക, അത് യൂസ് ടു ആക്കി മാറ്റുക. അപ്പോൾ അവിടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. അന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഹൈ ആയിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിന് ഒരേ സമയം അപരിചിതമായ അനവധി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കണം. ബാക്കിയുള്ളതിനെയൊക്കെ പരിചയമാക്കി മാറ്റുക. അപരിചിതമായ ഒരു കാര്യം ചോദ്യത്തിന് ഉത്തരം പറയലാണ്, അത് മാത്രം അന്ന് ഡീൽ ചെയ്യണം. ഇതാണ് നിങ്ങൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആത്മവിശ്വാസം ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുവെങ്കിൽ സിമിലർ സിറ്റുവേഷനുകളിൽ തന്നെ അതിന് മുൻപ് തന്നെ പലതവണ കൊണ്ടുപോയി പെടുത്തുക. ഇവിടെ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വാഹനത്തിൽ എച്ചിടും അല്ലെങ്കിൽ 8 ഇടും എന്നിട്ട് ലൈസൻസ് വാങ്ങണം. അപ്പോൾ ഇവർ ഈ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എച്ചിടുന്ന പോയിന്റിൽ അല്ലെങ്കിൽ 8 ഇടുന്ന പോയിന്റിൽ എന്നും 2-3 തവണ പോയിട്ട് 8 എച്ചൊക്കെ ഇടുന്നുണ്ടാവും. ബട്ട് എന്നാലും ആ മൊമെൻറ്റിൽ RT ഓഫീസേഴ്സിൻ്റെ മുന്നിലുള്ള ആ 8 ഇടുന്ന പോയിന്റിൽ വയ്ക്കുമ്പോൾ ഇത് പതറും. അവിടെ എന്താ വ്യത്യാസം? 2-3 വ്യത്യാസമുണ്ട്. ഒന്ന്, ഇത് പഠിക്കുന്ന സ്ഥലമാണ്, മറ്റേത് പരീക്ഷ നടക്കുന്ന സ്ഥലമാണ്. ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നറിയോ? ഏത് ഗ്രൗണ്ടിലാണോ പൊതുവെ ഈ 8 എച്ചൊക്കെ ഇടിയിപ്പിക്കുന്നത് ആ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ടെൻഷൻ കുറയ്ക്കാനുള്ള പരിപാടി ആ ഗ്രൗണ്ടിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യാം, ആ പരിപാടി ഇല്ലാത്ത ദിവസങ്ങളിൽ. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മുടെ ടെസ്റ്റ് നമ്മൾ പൊതുവെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസമായിരിക്കും ഈ RT ഓഫീസേഴ്സിനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്ന ഒരു 4-5 ദിവസങ്ങളിൽ നമ്മുടെ ടെസ്റ്റിന് മുമ്പ് ആ സ്ഥലങ്ങളിൽ പോയിട്ട് ചുമ്മാ നിൽക്കുക. ഇതെത്ര സിമ്പിളായിട്ടുള്ള പരിപാടി. ഇവർ ഭീകരന്മാരൊന്നുമല്ല, ഇവർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കണ്ടിട്ട് എഴുതിവിട്ട് ഓക്കെ എന്ന് പറയും. നമ്മൾ തെറ്റിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ഇതൊരു സിമ്പിൾ പരിപാടിയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇനിയും ബുദ്ധിമുട്ടുണ്ടോ? ഒരു തവണ തോൽക്കാൻ വേണ്ടി പോയി ടെസ്റ്റ് എടുക്കുക. വിജയിക്കുന്ന പ്ലാൻ ഇടണ്ട. ഞാൻ വെറുതെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പോവുക. ചിലപ്പോൾ തോൽക്കാൻ വേണ്ടി പോയി നിങ്ങൾ ചെയ്താൽ ജയിക്കും. അത് കാരണം നിങ്ങൾക്ക് ടെൻഷനില്ലല്ലോ, നിങ്ങൾ തോൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. മറ്റേ ജയിക്കണം എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. ഒരു തവണ ഞാനൊന്ന് ഒരു ടെസ്റ്റ് തോൽക്കാൻ വേണ്ടി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പോവുക, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം പല ആളുകളും പല തവണ അത് തോൽക്കുന്നുണ്ടേ. അവർക്ക് എച്ചിടാൻ അറിയാഞ്ഞിട്ടല്ല,
ആ മൊമെൻറ്റിൽ ആ ടെസ്റ്റ് ദിവസത്തെ സ്ട്രെസ്സ് കാരണം അവർ തെറ്റിക്കുകയാണ്. അപ്പോൾ എന്താ സ്ട്രെസ്സ് കുറയ്ക്കാൻ ചെയ്യുക? അതിനെ സുപരിചിതമാക്കുക, അപരിചിതമായിരിക്കുന്ന കാര്യത്തിൽ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ആത്മവിശ്വാസം കുറയുന്ന പോയിന്റുകളെ മനസ്സിലാക്കുകയും ആ സംഭവത്തെ ഫേക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ 100% നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു 80% വരയ്ക്കുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ മുൻപേ നമ്മുടെ തലച്ചോറിന് റെക്കോർഡിങ്സ് കൊടുക്കുക. അപ്പോൾ അതൊരു സുപരിചിതമായ കാര്യമായി മാറും. പിന്നെ നിങ്ങൾ അതിലേക്ക് കിടക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. മെൻ്റലി ഇമാജിനേഷനും ചെയ്യാം കേട്ടോ. എല്ലാ കാര്യവും നമുക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കല്യാണ ദിവസം ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. കൂടുതൽ പേരും പറയുന്ന ടെൻഷൻ, കല്യാണം അടുത്ത് വരുമ്പോൾ അയ്യോ ഭയങ്കര ടെൻഷനാവുന്നു, എന്തായിരിക്കും അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ പോയിട്ട് ആദ്യം ഒന്ന് പോയി കല്യാണം കഴിച്ച് നോക്കും, എന്നിട്ട് പിന്നെ നമുക്ക് വേറെ കല്യാണം ശരിക്ക് കഴിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറെ കല്യാണങ്ങൾ പോയി കാണുക, എന്നിട്ട് ഇരുന്നിട്ട് ഇമാജിനേഷൻ ചെയ്യുക. സ്റ്റേജിൽ ഞാനുണ്ട്, കുറേ ആളുകൾ എന്നെ നോക്കിയിരിക്കുവാണ്, എന്നെയാണ് ഫോട്ടോഗ്രാഫർമാർ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാം എന്നെ ആയിരിക്കുമെന്ന് ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക. ഇതൊക്കെ ഇമാജിനേഷൻ ചെയ്ത് പഠിപ്പിക്കുക. നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇമാജിനേഷൻ ചെയ്ത് പഠിപ്പിക്കുന്നതും റിയലി പഠിപ്പിക്കുന്നതും രണ്ടാണെന്ന് തലച്ചോറിന് അറിയില്ല. ഇമാജിനേഷനെയും തലച്ചോറെടുക്കുന്ന റിയാലിറ്റി ആയിട്ടാണ്. അപ്പം ചിന്തിച്ചിട്ടും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ചിന്തയും യാഥാർത്ഥ്യവും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാനുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിന് ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ ചെയ്യുന്നതിന് മുൻപ് ചെയ്യുന്നതായി ചിന്തിച്ചിട്ട് അതിൻ്റെ ഭയം കുറയ്ക്കാം. കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു ആശാനുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ അടുത്ത് ഒരാൾ നീന്തൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം പുള്ളി ഇരുന്നിട്ട് കുളത്തിലിറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ്, കുളമൊന്നുമില്ല, ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് കുളത്തിലിറങ്ങുകയാണ്, ആഴമുണ്ട്, ഇതുവരെ വെള്ളമായിരിക്കുന്നു, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻട്രീസ് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ കുളത്തിലിറക്കിയ പോലെ തോന്നിപ്പിക്കും കണ്ണടച്ചിരുത്തിയിട്ട്. അതിനുശേഷമൊക്കെയാണ് കുളത്തിലെ കൊണ്ടിറക്കുള്ളൂ. അപ്പോൾ ഇവരെ ഫേക്കായിട്ട് കുളം എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ കുളത്തിലിറങ്ങുമ്പോൾ നമ്മൾ പണ്ടേ ഇറങ്ങിയിട്ടുള്ളതാണെന്നുള്ള തോന്നലായിരിക്കും. തലച്ചോറിനെ അറിയില്ലല്ലോ അത് സങ്കല്പിച്ചാണെന്ന്, അത് റിയലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നു. കുറച്ചൊക്കെ അത് എഫക്റ്റ് ചെയ്യും.